ഞങ്ങൾ 6 മക്കളുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ രണ്ടാമത്തത്. മൂത്ത ഒരു ബ്രദറ്, അത് കഴിഞ്ഞ് പിന്നെ ഞാൻ, അത് കഴിഞ്ഞ് പിന്നെ 4 പേര്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ എല്ലാത്തിലും ഇളയ ആങ്ങളയ്ക്ക് 3.5 വയസ്സുണ്ടായിരുന്നു. അപ്പന് എൻ്റെ കൊച്ചുകാലത്ത് തേങ്ങാ കച്ചവടം മുതലാളി. ഞാനൊരു കാർഷിക കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ള, ഞങ്ങളുടെ വീട്ടിലെ കൃഷിയിൽ നിന്നുള്ള വരുമാനമേ ഉള്ളായിരുന്നു. എനിക്ക് 8 സഹോദരി സഹോദരന്മാരുണ്ട്. മൂത്ത 2 ചേച്ചിമാരുണ്ട്. അവർ രണ്ടുപേരും ഇപ്പം ജീവിക്കുന്നില്ല, രണ്ടുപേരും മരിച്ചുപോയി. എൻ്റെ മൂത്ത ചേച്ചി ഇവിടെ ജർമ്മനിയിലായിരുന്നു. ആമദീൻസ് മേരി ജേസു ക്രിസ്തി മഠത്തിലായിരുന്നു. ഞങ്ങളുടെ വീട്, ഞങ്ങൾ 12 മക്കളുണ്ടായിരുന്നു. ഞങ്ങൾ പക്ക കർഷകരായിരുന്നു. ഞങ്ങൾക്ക് ലക്ഷറി ലൈഫൊന്നുമില്ല. പക്ഷേ ദാരിദ്ര്യം, വിശപ്പ് അങ്ങനെയുള്ളതൊന്നുമില്ല. കാരണം ഇഷ്ടംപോലെ നമുക്ക് നിലമുണ്ടായിരുന്നു, പറമ്പുകളുണ്ടായിരുന്നു, കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് മാതാപിതാക്കൾ, അപ്പൂപ്പൻ അമ്മൂമ്മമാർ, 3 സഹോദരങ്ങൾ ഒക്കെ ആയിട്ട് ഞങ്ങളൊരു കായലിൻ്റെ തീരത്ത് ഒരു കൊച്ചു വീട്ടിൽ ജീവിച്ചു. എൻ്റെ അപ്പനും അമ്മയും പിന്നെ മത്സ്യബന്ധനത്തിന് പോകുന്നവരായിരുന്നു. പട്ടിണിയോ അങ്ങനെയുള്ളതൊന്നും അറിയാതെ തന്നെ ഞങ്ങൾ ജീവിച്ചു. ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തരും, ഒന്നിൻ്റെ ഒരു കുറവ് വരുത്തിയിട്ടില്ല. Kerala, the southernmost state of India, has one of the most energetic migrating populations of the country. According to estimates, more than 10 million Keralites live and work in other states of India and abroad. However, one act of migration from Kerala stands out as unique, perhaps even within the all-India picture of economic migration. It was undertaken in the 1960s and the early 1970s by a group of young women just out of their teens who migrated to West Germany to be trained as nurses. As West Germany began its post-war reconstruction, it had met with a massive shortage of trained personnel in many service sectors. Nursing was one of them, especially in old-age homes and mental hospitals. Many of these institutions were run by the Catholic Church. It was the initiative taken by some individual priests and bishops of the church in Kerala and West Germany that resulted in the recruitment of young Kerala girls to be trained as nurses. Und es gibt Dokumente, dass die Bischöfe das auch erörtert haben. Und die indischen Bischöfe haben sehr positiv darauf reagiert und haben gesagt, also bei uns gibt es viele qualifizierte und lernbereite junge Menschen, die auch bereit wären, dann nach Deutschland zu gehen. From the German side, the late Father Debatin, and from the Kerala side, the Archbishop Benedict Mar Gregorius of Trivandrum, Bishop Jerome Fernandez of Kollam, Father Jerome Cherusheri, and Father Werner Chakkalakkal played a crucial role in facilitating this migration. ഞാനത് ഞങ്ങളുടെ ജനറലിൽ ആ കാര്യം അറിയിച്ചപ്പോൾ അദ്ദേഹം അത് കൊള്ളാം, നമുക്ക് സഹായിക്കാവുന്ന വിധത്തിൽ സഹായിക്കാം, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യും എന്ന് എന്നോട് പറഞ്ഞതനുസരിച്ച് ഫാദർ ചേൽഫിസ് എന്ന് പറഞ്ഞൊരച്ഛനെ, രണ്ടാളച്ഛൻ, അദ്ദേഹത്തെയും ഇക്കാര്യത്തിൽ സഹായിക്കാനായിട്ട് നിർദ്ദേശിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ആദ്യത്തെ ഒരു ഗ്രൂപ്പിനെ ജർമ്മനിക്ക് അയക്കാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്തു. SSLC പാസ്സായി നിൽക്കുന്ന സമയത്ത് പിന്നെ അവിടെ പള്ളിയിൽ ഒന്ന് അച്ഛൻ വിളിച്ചു പറഞ്ഞ്, ഇങ്ങനെ ബിഷപ്പ് നമ്മുടെ കൊല്ലം രൂപതയിലെ SSLC പാസ്സായി നിൽക്കുന്ന പിള്ളേരെ ജർമ്മനിയിലേക്ക് അയക്കാനുള്ള പ്ലാൻ ഇടുന്നുണ്ട്. അപ്പം അതിന് താല്പര്യമുള്ളവർ ബിഷപ്പിന് ആപ്ലിക്കേഷൻ അയക്കണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്കൊരു വലിയ ആഗ്രഹം, എനിക്കൊന്ന് പ്ലെയിനിൽ കയറണം, എനിക്കൊന്ന് പോകണമെന്ന്. അപ്പോൾ ആദ്യത്തെ വർഷം എൻ്റെ അപ്പം പറഞ്ഞു, വേണ്ട,
വിടുകയൊന്നുമില്ല, ഞാൻ മൂത്ത മകളാണ്. അതുകൊണ്ട് അത് കഴിഞ്ഞ് അടുത്ത വർഷം കൂടി ഇങ്ങനെ പറഞ്ഞു തന്നാൽ പൊക്കോ, 5 വർഷത്തേക്ക് വേണമെങ്കിൽ പൊക്കോ, നിൻ്റെ ഇഷ്ടം പോലെ, അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നേക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒറ്റ മോളാണ്, അപ്പോൾ എന്നെ വിടുകയില്ല, അച്ചാച്ചനും അമ്മയും ഒന്നും സമ്മതിക്കില്ലായിരുന്നു. പിന്നെ അച്ചാച്ചൻ ഇങ്ങനെ ടീച്ചറൊക്കെ അവിടെ ഇങ്ങനെ പറഞ്ഞു, ഏതായാലും ജർമ്മനിക്ക് പോകുന്നത് നല്ലതായിരിക്കും. അന്നേരം എനിക്ക് പിന്നെ എവിടെ പോയാലും ഇപ്പം മണിമല പോകുന്നതും ജർമ്മനിക്ക് പോകുന്നതും ഏകദേശമൊക്കെ ഒരുപോലെ അന്ന് തോന്നി. അപ്പം ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്തായാലും ജർമ്മനിക്കെന്നല്ല വെളിയിലൊന്ന് ചാടണമെന്നുള്ള ഒരു ഇതിൽ നിൽക്കുകയായിരുന്നു ഞാൻ. എൻ്റെ മാതാപിതാക്കളെ ഇത്തിരി സഹായിക്കാനും പിന്നെ എനിക്ക് എൻ്റെ ജീവിതം തന്നെ ഇത്തിരി ഒന്ന് കെട്ടിപ്പടുക്കാനുമായിട്ട്. എൻ്റെ ഫാദർ മരിച്ചു, ഫാദറിൻ്റെ അനുജൻ മരിച്ചു. അപ്പോൾ ഞങ്ങളുടെ കൂട്ടുകുടുംബത്തിൽ സാമ്പത്തിക നില മെച്ചപ്പെടുത്തണമെന്നുള്ളത് എന്നെ ആരും പ്രഷർ ചെലുത്തിയിട്ടുള്ളതല്ല, എൻ്റെ ഒരാവശ്യമായിട്ട് അന്ന് ഞാൻ കണ്ടു. അങ്ങനെ ഞാൻ പോറിഞ്ഞു പോയെങ്കിലേ അത് സാധിക്കുകയുള്ളൂ. അങ്ങനെയാണല്ലോ നാട്ടിലെ സെറ്റപ്പ്. അങ്ങനെ ഞാൻ ഇങ്ങോട്ട് പോന്നു. അന്ന് എനിക്ക് 15-16 വയസ്സുണ്ട്. കോൺവെൻറ്റിൽ പോണതിന് വീട്ടുകാർ വലിയ എതിരൊന്നുമില്ലായിരുന്നു. കാരണം എന്നാൽ ഞങ്ങളുടെ ഫാമിലികളിൽ പലരും ഇങ്ങനെ കോൺവെൻറ്റിൽ പോയവരുണ്ട്. പഴയ കാലം തുടങ്ങിയുള്ള ഒരു ക്രിസ്ത്യൻ ഫാമിലി ആയതുകൊണ്ട് അതൊരു വലിയ എതിരൊന്നുമില്ലായിരുന്നു. പക്ഷേ യൂറോപ്പിലേക്ക് പോരുന്നതിന് അവരെതിരായിരുന്നു. ജർമ്മനിക്കൊക്കെ പോകാമെന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു ആദ്യ സമയത്ത്. അവർ പറഞ്ഞു, ഇത്രയും പേര് വീട്ടിൽ നിന്ന് പോയിട്ടില്ല, നീ മാത്രം ഇത്രയും ദൂരെ പോയി, അവിടെ സായിപ്പന്മാരും മാതാമ്മയുള്ള സ്ഥലമാണ്, അവിടെ പോയാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞ് കുറച്ച് പേടി കാണിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ എന്തായാലും പോവുക, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, എന്നെ അതിൽ നിന്ന് തടയാൻ ആർക്കും പറ്റത്തില്ല. എന്നെ പലരും പറഞ്ഞു അവിടെ അരി കിട്ടത്തില്ല, ചോറ് കിട്ടത്തില്ല, അങ്ങനെ ഇങ്ങനെ നിങ്ങൾ പട്ടിണി കിടന്ന് മരിച്ചു പോവും എന്നൊക്കെ പറയും. ഞാൻ പറഞ്ഞു, മരിക്കുകയാണെങ്കിൽ അവിടെ കിടന്ന് മരിക്കട്ടെ, രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെടും, ഞാൻ എന്തായാലും പോവുക എന്നു പറഞ്ഞു. കാലത്ത് എനിക്ക് 17 വയസ്സുണ്ടായിരുന്നു. 18 ഞാൻ തിരിച്ചപ്പോഴാണ്. ആ കാലത്ത് അപ്പൻ്റെ അനുവാദമില്ലാതൊന്നും പാസ്പോർട്ട് അപേക്ഷിക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ ഒത്തിരി നാൾ അപ്പനും ഞാനും അവിടെ ഇവിടെ നടന്നു. അപ്പച്ചനെ എന്നെയും കൊണ്ട് ബിഷപ്പിൻ്റെ അടുത്തും അച്ഛന്മാരുടെ അടുത്തും എല്ലായിടത്തും, നാട്ടിലൊരു വക്കീലുണ്ടായിരുന്നു വെളിയിൽ പോയത്, ഇറ്റലിയിൽ പോയി എല്ലാവരുടെ അടുത്തും പോയി അഭിപ്രായം ചോദിക്കും, എന്തോ ചെയ്യണമെന്ന്. അങ്ങനെ അവസാനം എല്ലാവരും തീരുമാനിച്ച് എൻ്റെ ആഗ്രഹമല്ലേ അവൾ പൊക്കോട്ടെന്ന്. These young girls did not know any language other than their mother tongue, Malayalam, and a smattering of English. But they possessed an iron determination to create a new life for their families and themselves. The church gave them some basic lessons in German language and customs before they left for Germany. എന്തൊക്കെ അവർ പറഞ്ഞു തന്നു. ജർമ്മനിയെക്കുറിച്ച് വലിയ രൂപങ്ങളൊന്നും ഇല്ലാഞ്ഞു. അങ്ങനെ 1 മാസം അവിടെ താമസിച്ചു, പഠിച്ചു. ജർമ്മനിയിലേക്ക് പോരുക. ജർമ്മനി എന്താ, ഇവിടെ ഏത് രീതിയിലാണ്, തണുപ്പാണ്, പിന്നെ പണ്ടത്തെ ഹിറ്റ്ലറുടെ രാജ്യമാണ്. കത്തിയും മുള്ളും വെച്ച് കഴിക്കുന്നത് എങ്ങനെയാണ്, ടേബിൾ മാനേഴ്സ് എങ്ങനെ, എന്ത് ചെയ്യണോ, അതൊക്കെ നമ്മളെ പഠിപ്പിച്ചു വിട്ടത്. ജർമ്മനിക്ക് പോരാനായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അച്ഛനാണ് ഞങ്ങളെ ജർമ്മൻ പഠിപ്പിച്ചത്. ജർമ്മനൊന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും പഠിച്ചൊന്നുമില്ല. സാധാരണ ഞങ്ങളുടെ വീട്ടിൽ ആദ്യം എഴുന്നേൽക്കുന്നത് എൻ്റെ വല്യമ്മയായിരുന്നു. ആ ദിവസം എൻ്റെ വല്യമ്മ എഴുന്നേറ്റില്ല. എന്നിട്ട് ഞാൻ എല്ലാവരും ഇറങ്ങിക്കഴന്നെത്തിയാൻ പറഞ്ഞ്, അമ്മാമ്മ എന്ത് ചെയ്ത് പുള്ളിക്കറിയില്ല. എന്നിട്ട് ഞാൻ അവിടെ ചെന്ന് പോയാന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി എന്നെ നോക്കിയില്ല, മുഖവും താഴോട്ട് ചെണ്ട് കിടന്ന്. എന്നിട്ട് ഞാൻ ഇവിടെ വന്ന് 4-5 ആഴ്ച ആയപ്പോഴത്തേക്ക് പെട്ടെന്ന് മരിച്ചുപോയി. ഹാർട്ട് അറ്റാക്കോ പുള്ളിയുടെ മനപ്രയാസമോ അതെന്നൊക്കെ ഞാൻ ഇപ്പോഴാണ് ചിന്തിക്കുന്നത്. When these young women left their homes in Kerala and travelled to West Germany almost half a century ago, they did not know what future they were travelling into. It was a very bold step for those days. They had hardly travelled outside their homesteads in the villages and small towns of Kerala. എറണാകുളത്ത് നിന്ന് ഞങ്ങൾ ട്രെയിനിൽ കയറി ആദ്യം ബോംബെക്ക് പോരുവാണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് ട്രെയിൻ കയറുന്ന അവിടെ വെച്ചാണ്. അന്നൊക്കെ ട്രെയിൻ എന്ന് പറയുമ്പോൾ ഈ കൽക്കരി കൊണ്ട് വലിക്കണ ട്രെയിനുകളാണ്. ഈ മദ്രാസ് ഇതിലെല്ലാം കിടന്നു ഉണങ്ങി കിടക്കുന്ന പ്രദേശങ്ങൾ, അതുപോലെ ഈ ചെമ്മണ്ണ് നിറഞ്ഞ പ്രദേശം, വെള്ളമില്ലാതെ അങ്ങനെയൊക്കെയുള്ള അതൊക്കെ ആദ്യമായിട്ട് കാണുവാണ്. പിന്നെ ഈ ട്രെയിനിലൊക്കെ ഒരുപാട് ഈ ഭിക്ഷക്കാരും ഈ കച്ചവടക്കാരും അവർ കയറി ഇറങ്ങിയുള്ള ബഹളങ്ങളും എല്ലാം പുതുമയായിരുന്നു. അത് കഴിഞ്ഞ് വെച്ചിട്ട് പിന്നെ കപ്പലിലേക്ക് പോന്നു. കപ്പലിൽ കയറി കഴിയുമ്പോൾ ഇങ്ങനെ ജൂലൈ മാസമല്ലേ, അപ്പോൾ ഭയങ്കര കാറ്റും കൂളും ഒക്കെ ഉണ്ടാകുമായിരിക്കും. അപ്പം നിങ്ങളെ സാധിക്കുന്ന അത്രയും ഡെക്കിൽ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞു.
ഞങ്ങളതുപോലെ ഡെക്കി നിന്നു. ഈ കാറ്റും വേളും ഇങ്ങനെ കപ്പൽ മറിയും തിരിയും ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളങ്ങോട്ട് ഛർദ്ദിച്ച് നാശമായില്ലേ. എന്നിട്ട് ആദ്യം കപ്പലിൽ കയറണമല്ലോ. ഈ കപ്പൽ എന്ന് പറഞ്ഞാൽ വലിയൊരു സാധനം ഇട്ടിട്ട് നമുക്ക് തോന്നണേ, മുറി കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അവിടെ ഡെക്കി അടിഞ്ഞു. അത് ഈ ക്ലോസറ്റിൽ നമ്മൾ ചെയറായിരിക്കും പോലെയല്ലേ ഇരിക്കണ്ടേ. നമുക്കിതറിയാമോ, നമ്മൾ ചെരുപ്പൊക്കെ ഇട്ടുവെച്ചാൽ അതിൻ്റെ മുകളിൽ കയറി കുത്തിയിരുന്നിട്ടുണ്ട്. എന്നിട്ട് ഈ കപ്പൽ ജോലിക്കാർ വന്നിട്ട് നമ്മളോട് എന്തൊക്കെ പറയുന്നുണ്ട്, നമ്മൾ ചിരിച്ചോണ്ടൊക്കെ കേൾക്കും. അത് 10-18 ദിവസം കപ്പലിൽ യാത്ര ചെയ്തു. ഞങ്ങളുടെ വീട്ടിൻ്റെ മുകളിൽ കൂടെ അഷ്ടമുടി കായലിനടുത്തുകൂടെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:30 ഒരു പ്ലെയിൻ പറക്കും. അത് താഴെ നിന്ന് നോക്കുന്ന ഉടനെ ഞങ്ങൾ പറയും വെള്ളി വിമാനം മിനുങ്ങുന്നത് കൊണ്ട്. അതുകൊണ്ട് ആ വെള്ളി വിമാനത്തിലൊന്ന് കയറണമെന്നുള്ള ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ആദ്യമേ എങ്ങനെയാണ് എന്തുവാണ് ഇരിക്കുന്നത് എങ്ങനെയൊക്കെയുള്ള ചിന്തകളുണ്ടെങ്കിലും സന്തോഷമായിട്ടാണ് അതിനകത്ത് കയറിയത്. പക്ഷേ അതിനകത്ത് കയറിക്കഴിഞ്ഞ് ഫ്ലൈ ചെയ്തപ്പോഴും എനിക്കൊന്നുമില്ല. പക്ഷേ ഫ്ലൈ ചെയ്ത് ആ ഉച്ച സമയത്തിന് മുകളിലോട്ട് വന്നപ്പോഴാണ് ആ കാർമേഘവും ആ അന്തരീക്ഷവും എല്ലാം കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം വന്നത്. ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ടിൽ വന്ന് ഇറങ്ങുമ്പം ഇനി ഇവിടുന്ന് ഒരു മോചനം ഉണ്ടാവുമോ ഇങ്ങനെ ചിന്തിച്ച് പഠിക്കാനായിട്ട് വന്നതാണ്. പഠിക്കാൻ പറ്റുമോ, ഈ ഭാഷ നമുക്ക് വശമാകുമോ, ശരിക്ക് തിരിച്ചു പോകാൻ പറ്റുമോ, അതോ ഇവിടെ കിടന്ന് മരിക്കുമോ, അങ്ങനെ പല ചിന്തകളുണ്ടായി എല്ലാവർക്കും. പക്ഷേ ഫ്രാങ്ക്ഫർട്ടിൽ വന്ന് ഇറങ്ങി ഇരുട്ടത്ത് ഞങ്ങൾ ആ കാറിൽ കൊണ്ടുപോകുമ്പോൾ ഞങ്ങളിതൊന്ന് കാണുന്നത് മഞ്ഞും. ഞാൻ ആദ്യം പറഞ്ഞു, നമുക്ക് വായിക്കാനറിയാൻ ജർമ്മൻ, ഒരു ബോർഡ് വായിക്കുന്നത് എസോ. എൻ്റെ സന്തോഷം ഭയങ്കരമാണ്. ഇനി നമുക്കിവിടെ എസോ എങ്കിലും വായിക്കാമെന്നുള്ളത്. നമ്മുടെ മാവോ തെങ്ങോ മാങ്ങ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നതോ അങ്ങനെയുള്ളതൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ ഇവിടെ. ഇത് എന്തൊരു മരങ്ങളായത്, ഒരു ഇതുമില്ലാത്ത മരങ്ങൾ ഇങ്ങനെ നിൽക്കുന്നു. ഇവിടെ വന്നപ്പോഴാണ് ഓർക്കുന്നത്, അയ്യോ ഏത് രാജ്യത്താണ് ദൈവമേ വന്നേക്കണ, മരങ്ങൾക്കൊന്നും ഒരു ഇലയില്ല, തണുപ്പ്, സാരി ഉടുത്തല്ലേ വന്നിരിക്കണം, നമുക്കതൊന്നും അറിയില്ലല്ലോ. അങ്ങനത്തെ ഒരു സമയത്ത് ഞങ്ങൾ വരുന്നത്. In the period between 1963 and 1973, about 5,000 young women migrated to West Germany from Kerala. They were sent to places across West Germany like Bonn, Baden-Württemberg, Cologne, Heidelberg, Düsseldorf, etc. to be trained. Wiesloch Mental Hospital was one of the places where the girls from the first batches went. Saramma and Rachel are meeting their German colleagues in Chaplin at Wiesloch after almost 4 decades. Anna Maria, who was the caretaker in charge of the Kerala girls, has come down to meet her protégés in spite of her old age. Können Sie sich noch daran erinnern, was war Ihr erster Eindruck? Der erste Eindruck war für mich, hat mich meine Schwester angerufen, dass sie angekommen sind, die indischen Mädchen, und habe nichts anzuziehen, wie im Kalten. Und dann habe ich das halt nach FI, also das Ehäuser, gebracht, und dann bin ich halt, dann habe ich vorhin gesagt, kriege da reinkommen, die Räumlichkeiten als Mann und dann die viele Junge. Und dann sind die wirklich schier unter die Tisch. എയർപോർട്ടിൽ ഞങ്ങൾ ആ ബസ്സിലോട്ട് കയറുന്നതിന് മുമ്പ് തന്നെ കോട്ടൊക്കെ തന്നില്ലേ, ഓർക്കുന്നുണ്ടോ? കോട്ടൊക്കെ തന്ന് അത് ഇട്ടുകൊണ്ട് ബസ്സിനകത്ത് കയറി. നമ്മൾ ബസ്സിലോട്ട് കയറി കഴിഞ്ഞുകൊണ്ട് കുറേ ജർമ്മൻ പയ്യന്മാരവിടെ നിന്നും കൊണ്ട് മഞ്ഞ് വാരി എറിഞ്ഞത്, മഞ്ഞ് വാരി എറിഞ്ഞു. എന്നിട്ട് ബസ്സേ വന്ന് കൊണ്ടപ്പോൾ നമ്മളെ ഇവിടെ ഇഷ്ടമില്ലാഞ്ഞിട്ടാണെന്നൊക്കെ ഞങ്ങൾ അന്നേരം ഓർത്തു. കുറേ പേരൊക്കെ ഇതായിട്ട് നമ്മളെ കല്ലുവറി കയറിയുന്ന പോലെ തോന്നി. പക്ഷെ അതൊരു കളിക്കുമായിരുന്നേ. ഫ്രാങ്ക്ഫർട്ടിൽ വന്ന് ഇറങ്ങുമ്പോഴും മഞ്ഞ് ഇങ്ങനെ പെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം ഞങ്ങളെല്ലാം സണ്ടാലിട്ടിട്ടുണ്ട്, ഓടി വെളിയിൽ ഇറങ്ങി നടന്നു. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു തേങ്ങാപ്പീര വീഴുന്നുണ്ട്. ഞാൻ വിചാരിച്ച ജനലിൽ കൂടി നോക്കിയപ്പോൾ ഇതില്ലേ പഞ്ഞി വീഴുന്നു. പഞ്ഞി എന്താ മുകളിൽ നിന്ന് വരുന്ന, എവിടെ മരമൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് നോക്കി. എന്നിട്ട് ഓടിപ്പോയി എടുത്തിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജമ്മയെന്ന് പറഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു. ഓടിപ്പോയി കുറേ എടുത്തു ഒരു പാത്രം എടുത്തിട്ട് ഒരു മഞ്ഞ് മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് മുറിയിൽ വെച്ച് കുറേ വന്നപ്പോൾ
മുറി മുഴുവനും വെള്ള സിസ്റ്റർ വെച്ച് ഇതെന്താ കാണിച്ചത്? അറിയാൻ പാടില്ലല്ലോ അത് ഒരുങ്ങി പോകുന്നു. വന്നാൽ തന്നെ എല്ലാരും കുളിപ്പിച്ച് ബ്രൗൺ അല്ലേ കുളിപ്പിച്ചിട്ട് This chapel at Wiesloch Hospital is where they prayed on their day of arrival in Germany. The church took special care to ensure that these young women, transplanted to a very different society, felt at home in their new environment. They conducted counseling sessions, and there were Keralite priests to help them. The Caritas of the Cologne Archdiocese set up a special social service center to take care of them. Caritas also started a magazine in Malayalam language to facilitate communication within their community in Germany. ശരിക്ക് നമ്മുടെ നാട്ടിൽ ഒരു കൊച്ചിനെ എങ്ങനെ വളർത്തുന്നവർ അതുപോലെ ഞങ്ങൾ ഇവിടെ വളർത്തിയെടുത്തത്. അതായത് എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ക്ലൈഡറൊക്കെ അലക്കി തേച്ച് തരും, വസ്ത്രങ്ങളൊക്കെ, അതുപോലെ ഭക്ഷണം എപ്പോഴും ശ്രദ്ധിക്കും. പക്ഷെ നമുക്ക് ഈ ചോറും കറിയൊക്കെ തിന്ന് പഠിച്ച നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ പച്ചലൊക്കെ മേശപ്പുറത്ത് വെച്ചാൽ എന്നാ വിചാരിക്കും, ഞങ്ങളോട് ഇത് പശു തിന്നുന്നതാണ് ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളെങ്ങനെ ഈ പച്ചല തിന്നുന്നത്? ഇവിടെ വരുമ്പോൾ എന്താ ഈ ടേബിളിൻ്റെ പുറത്ത് വെച്ചിരിക്കുന്നത് ചീസൊന്നും ജീവിതത്തിൽ കഴിച്ചിട്ടുമില്ല കണ്ടിട്ടുമില്ല. അപ്പോൾ ഒരു വല്ലാത്ത നാറ്റം. അപ്പോൾ ഇതൊക്കെ എങ്ങനെ മനുഷ്യൻ കഴിക്കുന്നു? ഇത് പിന്നെ അതുപോലെ തന്നെ സോസേജ്, നമുക്ക് തോന്നും പച്ച ഇറച്ചി കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന പോലെ തോന്നുന്നു. സോസേജൊക്കെ ആ സ്ഥലത്ത് നമ്മുടെ കൂടെ വേറെ ആൾക്കാരൊക്കെ കഴിക്കുന്നത് കൊണ്ട് നമുക്കത് അങ്ങനെ എന്തെങ്കിലും വൃത്തികേടായിട്ട് കാണിക്കാനും പറ്റത്തില്ല. ഞങ്ങൾ അവിടുത്തെ ബ്രെഡും എല്ലാം ഇവിടുത്തെ തന്നെ കഴിച്ചു തുടങ്ങി. നമുക്ക് ചോറേ ഉണ്ടായിരുന്നില്ല 2 വർഷം. അന്നൊന്നും ഇവിടെ കടകളിൽ ചോറും അരിയൊന്നും ഇല്ലായിരുന്നു. കന്യാസ്ത്രീകൾ അവർ ഭയങ്കര സ്ട്രിക്റ്റായിരുന്നു. പറഞ്ഞു ഞങ്ങൾക്ക് വീട്ടിൽ ഓരോരുത്തർക്ക് 2 എഴുത്ത് അയക്കാമെന്ന്. ആദ്യത്തെ എഴുത്ത് ഞാൻ എൻ്റെ ഫാമിലിക്ക്, അപ്പച്ചനും അമ്മച്ചിക്കും സഹോദരങ്ങൾക്ക് എഴുതി. എന്നിട്ട് മറ്റേ കത്ത് ഞാൻ എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച കൂട്ടുകാരിക്ക് എഴുതി. ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന ആൾ സാധാരണയാണ് മൈ ഡിയർ ഫ്രണ്ട് എന്ന് എഴുതുന്നത്. ഞാൻ എഴുതി മൈ ഡിയർ ഫ്രണ്ട് എന്നൊക്കെ ഞാൻ ഇരുന്ന് ആലോചിച്ചപ്പോൾ കാണാം കന്യാസ്ത്രീ വന്ന് എൻ്റെ അടുത്ത് വന്ന് ഞാൻ എഴുതുന്നത് എന്തുവാന്ന് നോക്കി. അന്നേരം അവർ വായിച്ചു മൈ ഡിയർ ഫ്രണ്ട്. ആദ്യത്തെ ചോദ്യം ഗേൾ ഫ്രണ്ടാണോ ബോയ് ഫ്രണ്ടാണോ? അങ്ങനെ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്നേ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. എനിക്ക് സംഭവിച്ചത് ഞാൻ പറഞ്ഞു എൻ്റെ കൂട്ടുകാരി ഗേൾ ഫ്രണ്ടാണെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് അവരൊന്നും പറഞ്ഞില്ല, അവരങ്ങ് പോയി. ഞാൻ 2 എഴുത്ത് അവരുടെ കയ്യിൽ കൊടുത്ത്. എന്നിട്ട് സംഭവിച്ചത് എന്താണെന്നറിയാമോ? കന്യാസ്ത്രീ വീട്ടിലേക്കുള്ള എഴുത്ത് പ്ലെയിനിൽ വായിച്ച്, മൈ ഡിയർ ഫ്രണ്ട് എന്ന് എഴുതിയ എഴുത്ത് കപ്പലിൽ വായിച്ച്. 3-4 മാസം കഴിഞ്ഞാണ് അതവിടെ ചെന്ന് കിട്ടുന്നത്. ഡിസംബർ വന്നപ്പോഴുണ്ടല്ലോ ഇവർ ഞങ്ങൾക്ക് ഹോം സിക്നെസ് ഉണ്ടാവാതിരിക്കാൻ എല്ലാ ദിവസവും 6 പേർക്കും എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് എടുത്തിട്ട് തലങ്ങണീരുടെ അടിയില്ല മുറിയിൽ എവിടെയെങ്കിലുമൊക്കെ ഒളിച്ചു വയ്ക്കും. എന്നിട്ട് നമ്മളോട് പറയേ ഏഞ്ചൽസ് വന്നാന്ന് പറയും. നമ്മൾ പൊട്ടന്മാരാന്നലത്ത് SSLC പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചുക്കും അറിയില്ലാത്ത പിള്ളേരാണ് ഞങ്ങൾ. അതൊക്കെ വിശ്വസിക്കും. എല്ലാം അങ്ങ് വരുന്നത് പോലെ തന്നെ അങ്ങ് ഏറ്റെടുത്തു. അതാണ് ഇപ്പം ഭക്ഷണം പഠിച്ചു, നേഴ്സിംഗ് ചെയ്തു. അത് കഴിഞ്ഞിങ്ങനെ വരുന്ന പോലെ ഓരോ ദിവസവും അങ്ങനെ നല്ല തൻ്റെ ഇടമായിട്ട് ധൈര്യം ഉണ്ടായിരുന്നു, തൻ്റെ ഇടമായിരുന്നു. പിന്നെ ഇവരൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ പുറകെ. അന്നേരം ഞങ്ങൾക്കൊരു പേടിയൊന്നും ഇല്ലായിരുന്നു. The young nurses were face to face with a new and challenging reality. They were in the midst of European society and everything was new and unfamiliar. Culture, language, tradition, social norms, politics, history, the seasons, and nature itself. They had to struggle to adapt themselves to the new reality. The training period was hard. പാത്രം കഴുകണം, തുടയ്ക്കണം, പിന്നെ ഫ്ലോർ ഇതൊക്കെ കഴുകി തുടയ്ക്കണം, ടോയ്ലറ്റ് വരെ ക്ലീൻ ചെയ്യണമായിരുന്നു. അന്നേരമാണ് കൂടുതൽ വിഷമം തോന്നി. ടോയ്ലറ്റൊക്കെ ക്ലീൻ ചെയ്യാൻ പറയുമ്പം വല്ലാതെ ഛർദ്ദിക്കാൻ തോന്നുമായിരുന്നു. അത് കയ്യിൽ തുണിയൊക്കെ വെച്ചിട്ട് നനച്ച് അതിൻ്റെ ഒക്കെ വെച്ച് തുടയ്ക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യണം. അതുപോലെ പിന്നെ വന്ന് നോക്കും. അത് ശരിക്കും എവിടെയെങ്കിലും എന്തെങ്കിലും പറ്റിയിരുന്നാൽ നമ്മളെ വീണ്ടും കൊണ്ടുപോയി അത് ചെയ്യിപ്പിക്കും. അന്നേരമൊക്കെ ഭയങ്കരമായിട്ട് സങ്കടം വന്നിട്ടുണ്ട്. റോഡ് അടിച്ചിടണമെന്ന് പറഞ്ഞു.
ഞാൻ പറഞ്ഞു ഞാൻ അടിക്കില്ല എന്ന് പറഞ്ഞു. കാരണം ഇന്ത്യക്കാരിയായിട്ട് റോട്ടിൽ പോയി അടിക്കണം, ഞാൻ ചിന്തിക്കണത് നമുക്ക് മോശം, നമ്മുടെ നാടിനും മോശം. ഞാൻ ഭയങ്കരമായിട്ട് അതിനെതിര് പിടിച്ചു. മറുവശത്ത് ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ചെയ്തില്ലെങ്കിൽ ഇവർ നമ്മളെ അങ്ങനെ തിരിച്ച് നാട്ടിലേക്ക് വിട്ടെങ്കിലോ, അപ്പം നമ്മൾ വലിയ പരാജയമല്ലേ. നമ്മൾ വിചാരിക്കും അയ്യോ നമ്മളെ കൊണ്ട് നാട്ടിലത്തെ വേലക്കാരെ പോലെയുള്ള ജോലിയാണ് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ളൊരു വിചാരമൊക്കെ നമുക്കുണ്ടായിരുന്നു. പക്ഷെ നമുക്കത് കഴിഞ്ഞ് ജർമ്മൻ പിള്ളേരും അതുപോലെ ചെയ്യണം കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി അത് എല്ലാവരും നോർമൽ ഇവിടെ പഠിക്കേണ്ടതാണ്. മേയറുടെ മോളും നമ്മൾ ഒരുപോലെയാണ്, ഒരേ സമയത്ത് നിന്ന് ഒരേ ജോലിയെ ചെയ്യണം. അവളാണ് നമ്മളെ കാണിച്ചു തന്നെ എങ്ങനെ ചെയ്യേണ്ടതെന്ന്. അപ്പം നമുക്കത് വിഷമം തോന്നില്ല. ആദ്യം ഞങ്ങൾക്ക് 50 മാർക്ക് മാത്രമാണ് തന്നത് ശമ്പളം. 1.5 വർഷത്തേക്ക് ഞങ്ങൾക്ക് വളരെ തുച്ഛമായ പൈസ മാത്രമേ അവർ തന്നു. കാരണം ഞങ്ങൾക്ക് ആഹാരം കഴിക്കുന്നതിന് പൈസ കൊടുക്കണ്ട, താമസിക്കുന്ന മുറിക്ക് വാടക കൊടുക്കണ്ട. 50 മാർക്ക് എന്ന് പറഞ്ഞാൽ അന്ന് ഒരുപാട് പൈസ ഇല്ലായിരുന്നു. അതിൽ നിന്ന് കുറച്ച് സ്റ്റാമ്പൊക്കെ വാങ്ങിച്ച് സോപ്പ് പൊടിയൊക്കെ വാങ്ങിച്ച് കഴിയുമ്പോഴത്തേനും ഒരുപാട് പൈസ പിന്നെ ഇല്ല. ഞങ്ങൾക്ക് 5 മാർക്ക് തരുമായിരുന്നു. ഞങ്ങൾ മേജർ വന്ന് കണ്ട് ഒരു മിൽക്ക ചോക്ലേറ്റും 5 മാർക്കും ഏതാണ്ടൊക്കെ തന്നിട്ടുണ്ട്. ഞങ്ങൾക്കറിഞ്ഞൂല. ഞങ്ങൾക്ക് 5 മാർക്ക് തരുന്നത് കൊണ്ട് ഞങ്ങൾക്കിപ്പം ടൂസ്പേസ്റ്റ് വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ഞങ്ങൾ മേടിച്ചോളണം. ഞാൻ എന്നിട്ട് മ്യൂണിച്ച് വന്നപ്പോഴാണ് ജർമ്മനിയിലെ സിസ്റ്റങ്ങൾ അറിയുന്നത്. കാര്യം യഥാർത്ഥത്തിൽ മനസ്സിലാതെ ജർമ്മനിയിൽ ലോൺ സ്റ്റോയർ എന്നും പറഞ്ഞ് നികുതിയുടെ ഒരു കടലാസുണ്ട്. ആര് ജോലി ചെയ്യാൻ തുടങ്ങിയാലും ഇവിടെ ഈ ലോൺ സ്റ്റോയർ കാർഡ് ആ കാർഡ് കൊടുത്താൽ അവർ ശമ്പളത്തിൽ നിന്ന് അത് പിടിച്ചു കഴിഞ്ഞ് ബാക്കിയുള്ളതേ തരികയുള്ളൂ. ആ കാർഡ് ഞങ്ങൾ മ്യൂണിച്ച് വന്നു കഴിഞ്ഞ് വർഷാവസാനമല്ലേ അവർ കന്യാസ്ത്രീകളുടെ അടുത്ത് എഴുതി ഞങ്ങളുടെ ലോൺ സ്റ്റോയർ കാർഡ് അയച്ചു തരണമെന്ന്. അത് കണ്ടപ്പോഴാണ് അറിയുന്നത് ഞങ്ങളവിടെ എന്തോ പറയേണ്ടത് ആ ഹോസ്പിറ്റലിൽ ജോലിക്കാരായിട്ട് ജോലി ചെയ്തിരുന്നു. ഞങ്ങൾ തന്നെ ആ പൈസ കണ്ടില്ല. വീട്ടിലെ പ്രാരാബ്ദങ്ങൾ അതിനെ ഓർത്ത് വിഷമിക്കുന്ന നല്ലൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആദ്യം വന്നപ്പോൾ വിഷമം തോന്നി? പിന്നെ ഞങ്ങൾ എല്ലാ ദിവസവും കരയായിരുന്നു. 2 കൊല്ലം കരയുമായിരുന്നു. എല്ലാവരും 6 പേരും കൂടി വൈകിട്ട് വന്നിരുന്നു സങ്കടപ്പെട്ടിരിക്കുമായിരുന്നു. ഫോൺ വിളിക്കാനൊക്കത്തില്ല. നാട്ടിൽ നിന്നൊക്കെ ഒരു എഴുത്തിന് വന്നു കഴിഞ്ഞാൽ എഴുത്ത് വായിച്ച് കഴിയുമ്പോഴത്തേനും എല്ലാവരും പരസ്പരം കൊന്ന് കരച്ചില്ല. പിന്നെ ഞങ്ങൾക്കുണ്ടായിരുന്ന വേറൊരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ എവിടെ ജോലിക്ക് പോയിരുന്നാലും എല്ലാവരും കൂടി വൈകിട്ട് ഒന്നിച്ച് കൂടി ഇരുന്ന് പ്രാർത്ഥിക്കും. പരസ്പരം അങ്ങോട്ടും വിഷമങ്ങളും പ്രയാസങ്ങളും പരസ്പരം അങ്ങോട്ടും പറഞ്ഞ് കരയും. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾക്കൊരു റൂം ഇവർ തന്നിരുന്നു. Sie lebten in ganz anderer Weise, kamen aus großen Familien und sollten nun in einzelnen Zimmern hier allein das schon wohnen, sollten deutsche Kost essen, sollten nicht kochen, sollten in die Kantine gehen, bekamen noch Geld dafür. Es war fürchterlich, aber nicht, dass die Deutschen Oberen die ärgern wollten, sie kannten es einfach. Das war einfach Unwissenheit. Und es war ein längerer Prozess, bis in den Häusern, in den Einrichtungen verstanden worden ist, was notwendig war, damit Inderinnen, Koreanerinnen und so weiter sich hier einleben konnten überhaupt. Nicht? Wenn Inderinnen abends zum Beispiel zusammen in ein Zimmer gingen und dann sich auf die Erde legten und dort zusammen schliefen, weil sie die Einsamkeit in ihren Zimmern teilweise nicht ertragen konnten, dann war das total unverständlich, weshalb die das jetzt machten und so weiter. Nicht? They had to cope with being totally cut off from Kerala, from their homes and family members and family occasions. Near and dear ones passed away. അപ്പോൾ അതിനിടയ്ക്ക് എൻ്റെ അപ്പം മരിച്ചുപോയി. ഞാനിങ്ങോട്ട് വന്നതിൻ്റെ പേടിയായിരുന്നു പുള്ളിക്ക്. ഇവിടെ വന്ന് എന്തായിരിക്കും അങ്ങനെയാണ് ഹാർട്ട് അറ്റാക്ക് വന്നതെന്നാണ് വിചാരിക്കുക. അന്നൊന്നും അവർ എഴുതിയില്ല എനിക്ക്. അന്ന് നമുക്ക് ഫോൺ ചെയ്യാനൊന്നും സാഹചര്യമില്ലല്ലോ. പിന്നെ എന്നാ അറിഞ്ഞപ്പം മരിച്ചു കഴിഞ്ഞപ്പോഴാണ് അവർ എഴുതിയത്. അത് ഭയങ്കര സങ്കടം ജീവിതത്തിൽ. അപ്പോൾ എനിക്ക് ഒരു എഴുത്ത് വന്നു ഞങ്ങളുടെ പള്ളിയുടെ അച്ഛൻ്റെ. എന്നിട്ട് കുറേ എഴുതിയിട്ടുണ്ട് ഇങ്ങനെ ജീവിതത്തെ പറ്റിയും സാധാരണ മരണം ഇങ്ങനെ സാധാരണമാണ് അതായത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ എഴുതിയേക്കുന്നു. എൻ്റെ ഫാദർ മരിച്ചു പോയിന്ന്. അതെനിക്ക് വലിയൊരു ഷോക്കായിരുന്നു. അപ്പോൾ അന്ന് മുതൽ ഇപ്പം ഇങ്ങനെ ഒരു എഴുത്ത് വരുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനെ രാത്രിയിലൊക്കെ ഒരു ഫോണൊക്കെ വരുമ്പോഴൊക്കെ ഇപ്പോഴും ആ പേടി മനസ്സിലുണ്ട്. ഇപ്പോൾ ഓരോരുത്തർ അങ്ങ് മരിച്ചു പോവുകയാണ്. ഞങ്ങളിവിടെ ചെറുപ്പത്തിൽ വന്ന അമ്മ ഫാദർ ആദ്യം, അത് കഴിഞ്ഞ് ആങ്ങള, അത് കഴിഞ്ഞ് അമ്മ, അങ്ങനെ പലരും ഇങ്ങനെ മരിച്ചൊന്ന് അവരെയൊന്നും ശവടക്കിനൊന്നും പോകാൻ പോലും പറ്റിയിട്ടില്ലേ. അതൊക്കെ ഒരു മനസ്സിലൊരു കിടക്കുന്ന ഒരു നിർഭയത്വം ചെയ്യാത്ത ഒരു പ്രോബ്ലമാണത്.
Soon they were at work in hospitals and old age homes across Germany, like the ones in Wiesloch, Karlsruhe, Düsseldorf, Bonn, Munich, Cologne, etc. Each one was on her own now. Slowly, they shifted into the new mode of life in West Germany. It was a process of mutual understanding, cultural adaptation and tolerance, supported by practical intelligence and common sense. There were problems and heartaches, but a quiet determination overcame them all. നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല സത്യസന്ധമായിട്ട് ജോലി ചെയ്യുകയും ആരെയും നമ്മൾ തട്ടിക്കയറാനോ അങ്ങനെയൊന്നും നമ്മൾ പോകാറില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്നവർക്ക് ഇഷ്ടമുണ്ട് താനും എല്ലാം നല്ല കറക്റ്റായിരിക്കും നമ്മൾ ചെയ്യുന്നുള്ള വിശ്വാസം ഇവർക്കുണ്ട്. നമ്മളെപ്പോൾ ചെന്നാലും നമുക്ക് ജോലി തരും. ജോലി ചെയ്ത് വരുമ്പോഴുണ്ടായിരുന്നു മറ്റുള്ള പുതിയ പുതിയ ഡോക്ടേഴ്സ് വരുമ്പോൾ അവർ നമ്മുടെ കയ്യിൽ നിന്ന് പഠിക്കുന്നത്, നമ്മളോട് ചോദിച്ചിട്ട് അവർ പഠിക്കുന്നത്. ഇവിടെ വീട്ടിൽ നിന്നൊന്നും ആരും വന്നിരിക്കത്തില്ല. ഇവിടെ നേഴ്സസ് പൂർണ്ണമായി ജോലി ചെയ്യണം, അതുപോലുള്ള അറിവും ഉണ്ടായിരിക്കണം. They are mostly called the brown angels, and people are really happy to being cured by them, being treated by them, and I think they have a good standard. And on the occasion of the Gundert conference, perhaps you've heard about, the Secretary of State mentioned this in his speech. He said we wouldn't have good conditions in our home for aged people or in our hospitals if we don't have these girls, or at that time women from Kerala. Ich glaube, das spielt auch mit ihrer familiäre Tradition eine Rolle. Sie haben eine sehr große Achtsamkeit, Aufmerksamkeit für Menschen in Not, für das Soziale, für das Mitleid, für die Sorge um den Menschen. Also für diese Berufe des Pflegerischen, Krankenschwester etc. waren sie, glaube ich, auch von ihren oft kinderreichen Familien wirklich prädestiniert. Das waren sehr gute Voraussetzungen. Their work earned them a fine reputation in German society. They started sending money home, achieving the financial stability they had dreamed of for their families. പഠിത്തം കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ മാസം കിട്ടുന്ന ശമ്പളം 800 മാർക്ക്. ആദ്യത്തെ ശമ്പളം 800 മാർക്ക്. 800 മാർക്ക് എന്ന് പറയുന്നത് 16,600 ഇന്ത്യൻ രൂപ അന്ന്. പിന്നെ അവൻ മാർക്കിൻ്റെ വില കൂടിക്കൊണ്ടിരുന്നു. ഒരു മാർക്കിന് 2 ഇന്ത്യൻ രൂപ, അത് പിന്നെ 3 പിന്നെ 4 പിന്നെ 5 അങ്ങനെ ആകുമ്പോഴത്തേനും കൂട്ടി കിട്ടുമല്ലോ. വീട്ടിലേക്ക് പൈസയൊക്കെ ഞങ്ങൾ ഒരു 6 മാസമൊക്കെ നേഴ്സിംഗ് തുടങ്ങി ഒരു 2-3 മാസം കഴിഞ്ഞപ്പോഴൊക്കെ ഞങ്ങൾ ഇച്ചിരി പൈസയൊക്കെ അയച്ചു തുടങ്ങിയായിരുന്നു. കാരണം അന്നേരമൊക്കെ ഞങ്ങൾക്ക് ഒരു 300 മാർക്കൊക്കെ കിട്ടുമായിരുന്നു ഒരു മാസം സ്റ്റൈഫൻഡ്. അപ്പോൾ ഞങ്ങൾക്ക് ഇച്ചിരി പൈസയൊക്കെ ആയി. അപ്പോൾ ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചൊക്കെ പൈസ വീട്ടിലേക്ക് അയക്കുമായിരുന്നു. ഞാനൊക്കെ അയച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമേ ഒരു 300 മാർക്ക് എൻ്റെ ഫാദറിന് അയച്ചു കൊടുത്ത ആദ്യമേ. ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്കും ഭയങ്കര സന്തോഷമായിരുന്നു. എൻ്റെ മൂത്ത ആങ്ങള ഞാൻ വന്നപ്പോൾ ജോലിയില്ലായിരുന്നു. അത് കഴിഞ്ഞ് ITIക്ക് പഠിച്ച് പിന്നെ ISRO ഇപ്പോഴത്തെ BCRO ട്രിവാൻഡ്രത്ത് അവിടെ എല്ലാം കൈക്കൂലിയായിരുന്നു. പഠിക്കാൻ സീറ്റ് കിട്ടുന്നതും ജോലിക്ക് കയറുന്നതും സർവ്വതും ചെയ്ത് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അതിനിളയ അനിയത്തി കംപ്ലീറ്റ് ആയിട്ട് സ്ത്രീധനവും സർവ്വതും കൊടുത്തു കെട്ടിച്ച് ഇതെല്ലാം. കാര്യം 5-6 പിള്ളേരുള്ളിടത്ത് അപ്പച്ചൻ അതിനുള്ള കഴിവില്ലായിരുന്നു. അപ്പം ഞാൻ കടമെടുത്ത് ലോൺ എടുത്താണ് നേരെ ഇളയ അനിയത്തിയെ കെട്ടിച്ചത്. അത് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല, എന്തോ ആയിരുന്നു ലോൺ അന്ന്. Kerala and its green world were now only a distant memory for them. These young women were now steeped in the life of the society they had adopted and that had adopted them. Thus began a harmonious process of integration. Some of them found German partners as their lives took root in the German society. It was both an expression of the confidence that they had gained and a major break from the past. Das ist der Gundert. Das Gundert Dictionary. കല്യാണം കഴിക്കാൻ ഞങ്ങൾക്ക് ഒരുപാട് താല്പര്യമുണ്ട്, നിങ്ങൾക്ക് അതിന് മനസ്സുണ്ടെന്നൊക്കെ പറഞ്ഞ് പലരും നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. പലരും ജർമ്മൻകാരെ കല്യാണം കഴിച്ചവരുമുണ്ട്. നമ്മുടെ കളറിനെ കുറിച്ചായിരുന്നു അവർക്ക്. നമ്മുടെ കറുത്ത തലമുടിയുടെ നീളം, നമ്മുടെ കളറ്, അവർക്കൊരു സമ്മാനം പോലെയായിരുന്നു. നമുക്കൊരു ജർമ്മൻ ഭർത്താവിനെ കിട്ടാൻ ഇവിടെ ഒരു പ്രയാസവും ഇല്ലായിരുന്നു. എനിക്ക് എൻ്റെ മാതാപിതാക്കളെ അനുസരിക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ടും പിന്നെ എനിക്ക് ആ ട്രഡീഷൻ
കീപ്പ് ചെയ്യാൻ ആഗ്രഹമുള്ളത് കൊണ്ടും എനിക്ക് അങ്ങനെ. ചില ആളുകൾ കല്യാണം കഴിക്കാനായിട്ട് നാട്ടിൽ ചെന്നാൽ പോലും പേരൻസ് അത്ര ശ്രദ്ധിച്ചിരുന്നില്ല. കാരണം അവർക്ക് ഒരുപാട് പ്രാരാബ്ദങ്ങളും കാര്യങ്ങളും, അനുജത്തിയുടെ കല്യാണം, വീട് പണി. ഇവിടെ വന്നും മിക്കരും അങ്ങനെയാണ്. പഠിച്ചു കഴിഞ്ഞാലേ ഇച്ചിരി പൈസ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന കല്യാണപ്രായമായ അനിയത്തിയോ ചേട്ടത്തിയോ അങ്ങനെ വല്ലവരുണ്ട്, അവരുടെ കല്യാണ കാര്യങ്ങൾ നടത്തുക, പിന്നെ ഉള്ളത് വീട് പണിയുക. ഇങ്ങനെ ഓരോ പ്രാരാബ്ദങ്ങളും തീർത്ത് കഴിയുമ്പം ചിലരൊക്കെ കല്യാണം കഴിക്കാനായിട്ട് വൈകുന്നു. അങ്ങനെ ആ വറീസ് ഉണ്ടായിരുന്നു. അപ്പന് ഒരു കത്തെഴുതിയിട്ട് ഞാനിങ്ങനെ കല്യാണം കഴിക്കാൻ പോവുകയാണ്, വർഷാവസാനം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കത്തെഴുതിയിട്ട് ഞാൻ വിചാരിച്ചു എനിക്കിപ്പോൾ ഒരു മറുപടി വരും. അങ്ങനെ ഇരിക്കുമ്പോൾ കാണാം ഞാൻ ജോലിയും കഴിഞ്ഞ് വരുമ്പം എനിക്കൊരു പാക്കറ്റ്, ഞാനത് തുറന്ന് നോക്കിയപ്പോൾ എൻ്റെ അപ്പൻ എനിക്ക് കല്യാണ സാരിയും പിന്നെ വേറെ എന്തൊക്കെയോ സാധനങ്ങളും ഒരു എഴുത്തും കൊടുത്തിരിക്കുകയാണ്. ഞാൻ ജർമ്മനി കണ്ടിട്ടില്ല, നീയാണ് ജർമ്മനിയിൽ പോയിട്ടുള്ളത്, നീ ചെയ്യുന്നത് എന്തുവാണെന്ന് നീ തന്നെ ആലോചിച്ച് ചെയ്യണം. അല്ല, എനിക്ക് അന്നേരം അപ്പച്ചൻ്റെ അങ്ങനെ വളർന്നെങ്കിലും അപ്പൻ എന്നോട് അങ്ങനെ പറയുമെന്നുള്ള ചിന്ത എനിക്ക് അന്നേരം ഇല്ലായിരുന്നു. ഞാൻ എൻ്റെ വീട്ടിലെഴുതി ചോദിച്ചു, എൻ്റെ അപ്പൻ പറഞ്ഞു നിനക്കിഷ്ടമാണെങ്കിൽ ഓക്കെ. അന്നത്തെ കാലത്ത് അപ്പൻ അങ്ങനെ പറയുമോ? എൻ്റെ അപ്പൻ വളരെ ഫോർവേഡായിരുന്നു. എന്തുകൊണ്ടായിരിക്കും, ചിലപ്പോൾ സ്ത്രീധനം കൊടുക്കണ്ട വന്ന അല്ലേ ഇന്ത്യയില്. അല്ല പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതിനും കുഴപ്പമില്ലല്ലോ. And comparing, to the German culture and looking to my friends, I would say it's still very good working because I'm the only guy who is still with his first wife together. Yeah, when I think to my best friend who is a medical doctor, he has already 6 relations behind. That's the difference. Yeah, and she keeps the relationship to their family much more consistent, like what we know here. Kerala, in der Familie von ihrer Frau akzeptiert. Sehr angenehm und sehr gut, ja. Mein Schwiegervater ist leider gestorben, ja. Aber ich habe eine sehr gute Erinnerung an ihn. Die Mutter lebt noch, sehr alt, in den 90ern. Ja. Die spricht leider kein Englisch, aber wir verstehen uns trotzdem gut. Ne? Und ihre Geschwister, die Schwestern, die Brüder, ich habe ein gutes Verhältnis mit der Familie, sehr gut. Ja. Hermann Gundert, ja. Ja, er war ein Missionar. Ja, Missionar und Wissenschaftler. Sprachwissenschaftler. Okay. So, das ist ein Grab. Das ist Mr. Gundert. Okay. Dr. Mr. Gundert. The majority of the girls took husbands from Kerala. The men from Kerala experienced great difficulties in the beginning in settling down because they had to learn and unlearn many things. As per German law, they were not permitted to work and earn in the first 4 years. This led to many psychological and interpersonal problems for both husbands and wives. And അവർക്ക് പുറത്ത് ജോലി ചെയ്യണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, പിള്ളേരുടെ കാര്യങ്ങൾ നോക്കണം. ഇതിനും പുറമെ ഭർത്താക്കന്മാർക്ക് ഭാഷ അറിയാത്തതുകൊണ്ട് സംശയം. ഭാര്യ ഇവിടുത്തെ സമൂഹത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും എല്ലാത്തിനും അവർക്കറിയാം. ഇവർക്ക് തിരിയത്തില്ല, ഭർത്താക്കന്മാർക്ക് തിരിയില്ല. അപ്പോൾ ഒരുപാട് സംശയവും വഴക്കും പ്രശ്നങ്ങളും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്ന ഒരു സമയമാണ്. പിന്നെ തീർച്ചയായിട്ടും ഈ ഫ്രീ ആയിട്ട് ഇടപഴകുന്നതും നമ്മൾ എവിടെയോ ഒരല്പം അസൂയ ഉണ്ടാക്കും. ഫോർ എക്സാമ്പിൾ ഇവരുടെ ഒരു കൊളീഗായിട്ടുള്ള ഒരു ജർമ്മൻകാരൻ ലില്ലി എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് ജലസി തോന്നിയിട്ടുണ്ട്. അതിലത് പറയാൻ പറ്റില്ല. ഭാര്യ ജോലി ചെയ്യുന്ന പൈസ കൊണ്ട് ജീവിക്കേണ്ടി വരുന്ന ഒരു പ്രശ്നത്തിലാണ് മിക്കവരും പ്രയാസപ്പെട്ടിരുന്നത്. എല്ലാ കാര്യത്തിനും ഭാര്യയോട് പൈസ ചോദിക്കേണ്ടി വരുന്ന ഒരവസ്ഥ പലർക്കും സഹിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഉദാഹരണം പറഞ്ഞാൽ ഭർത്താവ് മക്കളെ കൊന്നിട്ട് തന്നെത്താൻ മരിച്ച കേസുകളുണ്ട്. ഭർത്താവ് ഭാര്യേനെ കൊന്നിട്ട് ജയിലിൽ പോവും, പിള്ളേരെ നാട്ടിലേക്ക് കൊണ്ടുപോകും, അങ്ങനെയുള്ള കേസുകളുണ്ട്. ഇതൊക്കെ ഇവിടെയൊക്കെ പത്രത്തിലൊക്കെ പബ്ലിഷായിട്ട് വന്നിട്ടുള്ളതാണ്. I heard that husbands in the morning they wouldn't lift
shade the curtain of the windows because they didn't want anyone to see them working in the kitchen and cleaning up because they never used to do it in Kerala. So there was a role change. ഭാര്യ പ്രസവം കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ജോലിക്ക് പോകുന്നു. ഈ കുട്ടീനെ വളർത്തുക എന്നുള്ളത് കുട്ടീനെ വളർത്തി അതിനുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുക, അതിൻ്റെ പെമ്പാസ് എക്സലൻ ചെയ്യുക, അല്ലെങ്കിൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുക, ഇതൊക്കെ ഓട്ടോമാറ്റിക് ശീലിച്ചു പോയി. അന്ന് വരെ നമ്മൾ ഉദ്ദേശിക്കാത്ത പല കാര്യങ്ങളും ചെയ്യേണ്ടി വന്നു. സന്തോഷത്തോടെയാണോ എന്ന് വെച്ചാൽ ആയിരുന്നില്ല. പിന്നെ അതെല്ലാം ഒരു ദിനചര്യയായി മാറി. ഇതിൻ്റെ കൂട്ടത്തിൽ ഫൈനാൻഷ്യൽ പ്രശ്നം. നാട്ടിൽ ഭാര്യയുടെ വീട്ടുകാരെ അല്ലെങ്കിൽ സ്വന്തം വീട്ടുകാരെ ഒരു പരിധി വരെ സപ്പോർട്ട് ചെയ്യണം, ഭർത്താവിൻ്റെ വീട്ടുകാരെ ഒരു പരിധി വരെ സപ്പോർട്ട് ചെയ്യണം, ഇവിടെ എക്സിസ്റ്റൻസ് ജീവിച്ചു പോകണം. അവർ നല്ലൊരു ശതമാനവും കംപ്ലീറ്റ് നൈറ്റ് ചെയ്യും, എന്നിട്ട് പകൽ പിള്ളേരുടെ കാര്യങ്ങൾ നോക്കും. ഞാൻ രാത്രി ജോലിക്ക് പോകുമായിരുന്നു. അപ്പോൾ പിള്ളേരുടെ കാര്യം പകലൊക്കെ നമുക്ക് നോക്കാം. നമുക്ക് ഉറക്കം കുറവായിരുന്നു. മുഴുവൻ നേരവും പിള്ളേരുടെ കാര്യം നോക്കണം. പുള്ളി വരുമ്പോൾ 5 മണിയാവുമായിരുന്നു. നമ്മളെല്ലാ ജോലിയൊക്കെ കഴിഞ്ഞു, വീട്ടു ജോലിയും അത് കഴിഞ്ഞ് ജോലിക്ക് പോകുമായിരുന്നു. ഞാൻ 6:30 കഴിഞ്ഞ് ഇവിടെ വരും. 7 മണിക്ക് ഇങ്ങനെ വാതിൽ തുറക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ പിള്ളേരെ എണീക്കാവൂന്ന് പറഞ്ഞിട്ടുണ്ട്. അതിക്ക് മുമ്പ് എഴുന്നേറ്റ് അവർക്ക് ഇവിടെ ആരുമില്ലെന്ന് വിചാരിക്കരുതല്ല. അപ്പോൾ അവർ എഴുന്നേറ്റ് വന്ന് ബ്രഷൊക്കെ ചെയ്ത് കുളിച്ച് ഒന്ന് അവിടെ ഇരിക്കും മേശപ്പുറത്ത്. അപ്പോഴേക്കും ഞാൻ ബ്രെഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അത് കഴിച്ച് അവർ സ്കൂളിൽ പോകും. അത് കഴിഞ്ഞ് കുഞ്ഞു കൊച്ചായിരുന്നപ്പോൾ നമ്മൾ വീണ്ടും 9:30 അവിടെ കൂടെ നാക്കിയിട്ട് 11:30 വീണ്ടും വിളിക്കാൻ പോകണം. നമ്മൾ ഉറങ്ങണില്ലേ, പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം, ഹോംവർക്ക് ഒക്കെ ചെയ്യണ്ടേ. അങ്ങനെ ഒത്തിരി അമ്മമാർ ഇവിടെ കഷ്ടപ്പെട്ടിട്ട്. പക്ഷെ നമുക്കതൊക്കെ അന്ന് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇന്നൊക്കെ നമുക്കതിന് അതോടെ എല്ലാവർക്കും ഒരു തൃപ്തി ഉണ്ട് അതിൽ. They were trying to be good to the children, they were trying to be good to the relatives in India, in Kerala, and they were not doing much for themselves. എനിക്ക് വേറെ 3 ആങ്ങളമാരും ഒരു അനുജത്തി ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ചെറുതായിരുന്നു അന്ന്. പക്ഷെ അവർക്ക് എന്നാലും നല്ല ജീവിതം ഉള്ളത് കൊണ്ട് നമുക്കൊരു തൃപ്തിയുണ്ട്, അതിൽ സന്തോഷമുണ്ട്. ഇത് പറയുമ്പോൾ ഒത്തിരി പേരെ ഹെൽപ്പൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിൽ ശരിക്കും സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. സങ്കടം പറഞ്ഞാൽ നമ്മളുടെ ജീവിതം നമ്മൾ ജീവിച്ചിട്ടില്ല, അതാണ് ശരിക്കും സങ്കടം. What my mother has achieved, I appreciate a lot. Because they came 45 years ago, nearly 50 years ago, as they were still girls or young women from some tiny Indian village. And they came over here, they left their family behind. There was no communication like today, internet, phone, TV. And they came into another world and had to succeed here. There was no option in failing because they had to assist their poor families then. So the achievement of my mother's generation, not only my mother, but of this generation in general who came here, is immeasurable. Yeah? And as I get older, the more I appreciate, because later she married. She had a job to go, she had to take care of her husband, she had to take care of the children, take care of India, do all the work. I cannot do it. And I'm wondering how she managed. I'm running away. For the German-born generation of the nurses' children and grandchildren, Germany is their home, and they deal with it confidently and creatively. They are bestowed with the much-needed intercultural competence and resilience to perform successfully in a globalized context. They have their own concerns, expectations, and value systems which they share firsthand with German society. Many of them have German spouses or partners. Some live apart from parents as singles.
It is a cultural transition that generates anxiety in some parents. അങ്ങനെ ഒരു പേടിയെക്കാട്ടിൽ കൂടുതലായിട്ട് അവരുടെ ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വം, അവരുടെ ഫാമിലി കുടുംബജീവിതം എങ്ങനെയായിരിക്കും, ഞങ്ങളുടെ പ്രായത്തിൽ അവരെത്തുമ്പോൾ അവരെങ്ങനെയായിരിക്കും, ഞങ്ങളെടുത്ത തീരുമാനം ശരിയാണോ, ഇവിടെ നിൽക്കാനായിട്ടെടുത്ത തീരുമാനം ശരിയാണോ എന്നൊക്കെയുള്ള അനിശ്ചിതത്വമുണ്ട്. എനിക്കൊരു മോളുണ്ട്. എൻ്റെ മോള് മറി ആൻ. അയാൾക്ക് ജോലി ഗവൺമെൻറ്റിൽ അംഗീകരിച്ചു. 31. കല്യാണം കഴിച്ചില്ല, പക്ഷേ അയാൾക്കൊരു ഫ്രണ്ടുണ്ട്. ഒരു കല്യാണം കഴിക്കും എന്നാണ് ഞങ്ങളുടെ തീരുമാനം. പക്ഷേ അത് ഇവിടെ ഒരു പ്രശ്നം തന്നെയാണ്. 30 വയസ്സ് കഴിയാതെ ആരും ഇവിടെ കല്യാണം കഴിക്കുന്നില്ല. There's no special reason to this. It is not that any one of us is saying, I don't want to marry. It is not like that. It just happened like this. In India, of course, it would not have happened because you have the social pressure and everyone will be asking. So here we are very independent and we go our way and we do our work and just let things happen. In India, you will not let things happen, you will push to make them happen. But again, there is no reason for any of us not to marry. ഇവിടെ ആളുകൾ 40 വയസ്സ് വരെയൊക്കെ നോർമലാണ് കഴിക്കാതിരിക്കുക എന്നുള്ളത്. ഇവിടെ കൂടുതലും ഈ പിള്ളേരുടെ കാര്യം നോക്കാൻ ഉള്ളത് ഭയങ്കര പ്രശ്നമാണല്ലോ. കൊച്ചു പിള്ളേരെ നോക്കണത്. ഇപ്പോൾ ഞങ്ങളൊക്കെ നൈറ്റ് ചെയ്തു, പക്ഷെ നമ്മുടെ പിള്ളേരത് ചെയ്യാൻ പോകണില്ല. ഞങ്ങളാണെങ്കിൽ ഇപ്പോൾ 10 മണിക്കൂർ മുഴുവൻ ജോലി ചെയ്തിട്ട് ഇവിടെ വന്ന് വീണ്ടും തുടങ്ങണത് ജോലിയാണ്. അത് നമ്മുടെ പിള്ളേർ ചെയ്യൂല. അവർ വളരെ പ്ലെയിനായിട്ട് ചോദിക്കുന്നത് ഈ സ്ത്രീകളുടെ ജീവിത സാഫല്യം എന്ന് കഴിഞ്ഞാൽ കല്യാണം കഴിക്കലും പ്രസവിക്കലാണോ എന്ന് ചോദിച്ചാൽ നമുക്കിന്ന് മറുപടി ഉണ്ട്. ഈ കുട്ടികൾക്ക് കിട്ടേണ്ടതായ കൊടുക്കേണ്ടതായ കെയർ, ശ്രദ്ധ കൊടുക്കാനോ അവരെ മനസ്സിലാക്കാനോ അവർ മൂവ് ചെയ്യുന്ന ആ കമ്മ്യൂണിറ്റിയെ മനസ്സിലാക്കാനോ പലപ്പോഴും സാധിച്ചിട്ടില്ല. ഈ നമ്മുടെ ആ കാലത്തുണ്ടായിരുന്ന അമ്മമാർക്ക് സാധിച്ചിട്ടില്ല. കാരണം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ജോലി കഴിഞ്ഞ് വന്നു, വീട്ടുകാര്യങ്ങൾ 100 സ്ട്രഗിൾസാണ്. അപ്പോൾ അതുകൊണ്ട് കുടുംബങ്ങളിൽ പിള്ളേരുമായിട്ടുള്ള ഗ്യാപ്പ് അവരുടെ കൂടി വന്നു. Once my mother got to know my boyfriend, she was very angry and she couldn't, maybe he also didn't look, he was a kind of ecological hippie. So he had long hair, he had a earring, he was wearing alternative clothes and not what maybe a Malayali mother would wish for her daughter. നമ്മൾ കുട്ടികളിൽ, ഞാനും ഉൾപ്പെടെ കുട്ടികളിൽ നമ്മൾ ഇഞ്ചക്റ്റ് ചെയ്തിട്ടുള്ളൊരാഗ്രഹം, നിങ്ങൾ നാട്ടിൽ നിന്ന് കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറിൽ നിന്ന് കല്യാണം കഴിക്കണം. അതാണ് നമ്മൾ പ്രത്യേകിച്ച് പെൺകുട്ടികളെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ പെൺകുട്ടികളെ സംബന്ധിച്ച് നാട്ടിൽ നിന്ന് ഒരാളെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന അവരെ അറിയാത്ത, അവരെ സ്നേഹിക്കാത്ത, അവർക്ക് പരിചയമില്ലാത്ത ഒരു പുരുഷനെ കല്യാണം കഴിക്കുക എന്ന് പറയണേ അവരെ സംബന്ധിച്ചൊരു ബലാത്സംഗമാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കണം നല്ലൊരു ശതമാനം പെൺകുട്ടികൾ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ കല്യാണം കഴിക്കാതെ ജീവിക്കുന്നുണ്ട്. The European mode of man-woman relationship is different from the Indian, and marriage has ceased to be the only option for couples who want to live together. The young people of Germany no more believe in arranged marriages. They would fall in love and live together for years. They prefer to set up a home of their own without parental help, unlike their Indian counterparts. The younger generation of the Kerala diaspora in Germany naturally follow these norms, which often worries their parents. ഫസ്റ്റ് ജനറേഷൻ സെക്കൻഡ് ജനറേഷനിൽ നിന്ന് പ്രതീക്ഷിച്ചത് മുഴുവനും കിട്ടി എന്ന് പറയാനായിട്ട് സാധിക്കില്ല. ഫസ്റ്റ് ജനറേഷൻ 2 തലത്തിലായിരുന്നു പ്രതീക്ഷകൾ. ഒന്ന്, അവർ മിടുക്കരായി വളർന്ന് ഇവിടുത്തെ സമൂഹത്തിൽ അവർക്ക് സാമ്പത്തികമായും സാമൂഹ്യമായിട്ടും വളർച്ച നൽകുന്ന തരത്തിലുള്ള ഒരു ഏജൻസായി തീരണം.
കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ളവരുടെ മക്കളായിട്ടുള്ള സെക്കൻഡ് ജനറേഷൻ ഇന്ത്യക്കാർ ഇവിടുത്തെ സമൂഹത്തിൽ വളരെയധികം സ്വാധീനമുള്ള ഒരു ചെറിയൊരു കമ്മ്യൂണിറ്റി ആയിട്ട് മാറിയിട്ടുണ്ടെന്ന് പറയാം. നേരെ മറിച്ച് നമ്മുടെ മാതാപിതാക്കൾക്കുള്ള പ്രതീക്ഷ അവർ കേരളത്തിൻ്റേതായിട്ടുള്ള പഴയ ആചാരങ്ങളും പഴയ മൂല്യങ്ങളും പുലർത്തുന്നതായിട്ടുള്ള മക്കളായി ഇവിടെ വളരുന്നതാണ്. ഒന്നാം തലമുറക്കാരുടെ ഈ പ്രതീക്ഷ നടക്കാത്ത തരത്തിൽ തന്നെയാണ് രണ്ടാം തലമുറ ഇവിടെ മുന്നോട്ട് പോയിട്ടുള്ളത്. കാരണം അവർ ജീവിക്കുന്ന ലോകം ഇവരിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ലോകമാണ്. അന്ന് നമ്മളെ വിളിച്ചിരുന്നത് ഹെലികോപ്റ്റർ പേരൻസ് എന്നാണ്. ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞാൽ പിള്ളേരുടെ മുകളിൽ ഇങ്ങനെ പറന്ന് വരുന്നവർ എന്ത് ചെയ്യുന്നു നോക്കുക. പല പിള്ളേരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ച് അപ്പന്മാർ ഭയങ്കര സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ ഒത്തിരി സ്ട്രിക്റ്റാണ്, ഒരു വിധത്തിലും വിട്ടുവീഴ്ചയില്ല പെൺകുട്ടികളോട്. അപ്പോൾ അത് ഈ സെക്കൻഡ് ജനറേഷൻ അതിനെ എങ്ങനെ മാനേജ് ചെയ്യും? അവർ കുറച്ചൊക്കെ ഒളിച്ചും മറച്ചും, അല്ലെങ്കിൽ ചില കേസുകളിലൊക്കെ കൃത്യം 18 വയസ്സ് തയ്യാൻ നോക്കി നിന്നിട്ട് അവിടെ നിന്ന് പോയവരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ അവർ റാഡിക്കലായിട്ട് പെരുമാറുമ്പോൾ പേരൻസിന് വേറെ നിവൃത്തിയില്ലാതെ വരുവാണ്. പിള്ളേരെ നഷ്ടപ്പെടാതിരിക്കാനായിട്ട് വേറെ നിവൃത്തിയില്ലാതെ വരുമ്പോൾ അവർ പലതും അക്സെപ്റ്റ് ചെയ്യുകയാണ്, ടോളറേറ്റ് ചെയ്യുകയാണ്. നമ്മൾ പറയുന്നതൊക്കെ അനുസരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും കല്യാണപ്രായമായപ്പോഴത്തേക്കിനും അവർക്ക് ഇഷ്ടമുള്ള ഒരാളെ നമ്മൾ നാട്ടിൽ കൊണ്ട് കല്യാണം കഴിപ്പിക്കാമെന്ന് പറയുമ്പോൾ അവർക്ക് അവനോട് വലിയ താല്പര്യമില്ലായിരുന്നു. ഇവിടെ അവന് യോജിച്ച ഒരാളെ ഇവിടെ തിരഞ്ഞെടുത്തു. ഞങ്ങളതിനെതിര് പറഞ്ഞെങ്കിലും പിന്നെ മോൻ്റെ സന്തോഷമല്ലേ എന്ന് കണ്ട് ഞങ്ങളത് സമ്മതിച്ചു. പക്ഷേ നാട്ടിൽ കൊണ്ടുപോയി ഞങ്ങളുടെ വീട്ടുകാരെ എല്ലാം അറിയിച്ച് കല്യാണം നല്ല ഇതായിട്ട് നടത്തി. അത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. പക്ഷേ പിള്ളേരങ്ങനെ പോയതിൽ ഇപ്പം ഇവിടെയുള്ള മിക്കവരുടെയും പിള്ളേരൊക്കെ വേറെ ഇവിടുത്തെ ആൾക്കാരെയൊക്കെ കല്യാണം കഴിച്ചാണ് ജീവിക്കുന്നത്. നമ്മുടെ ഒരു പാരമ്പര്യം അവിടെ വെച്ച് നഷ്ടപ്പെടാണ്. പക്ഷേ അത് മാത്രം നോക്കിയാൽ മാത്രം പോരില്ല. നമ്മുടെ കുട്ടി ഇഷ്ടപ്പെടുന്നതും അവളുടെ ജീവിതം അവിടെയാണ് വേര് പടർന്നു വരുന്നത്. അതിനെ നമുക്ക് വേണമെന്ന് വയ്ക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് വേണ്ടത് നമ്മുടെ മകളാണ്, അല്ലെങ്കിൽ മകനാണ്. നമ്മളിപ്പോൾ ഇവിടെ സ്വതന്ത്രമായി ജീവിക്കുന്ന ഒരു ജർമ്മൻ കുട്ടി ഇന്ത്യയിൽ പോയി നിർബന്ധിച്ച് വളർത്തുന്ന ഒരു കുട്ടിയെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നാൽ അവർക്ക് തമ്മിൽ യോജിച്ച് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് ഇവിടെ യോജിച്ച് ഇവരുമായിട്ട് ഒരുമിച്ച് ഇവരുടെ ഭാഷ പഠിച്ചു, ഇവരുടെ ജോലി പഠിച്ചു, ഇവരെല്ലാം നമ്മൾ കണ്ടു, അവരോട് സംസാരിച്ചു, അവരുടെ രീതിയും അവരുടെ ചിന്തയും നമുക്ക് മനസ്സിലായി. അപ്പോൾ അതൊന്നും ഇല്ലാത്ത ഒരാളിനെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നാൽ അവർക്ക് ചിലപ്പോൾ അത് ശരിയായില്ലെന്ന്. ഇപ്പം നാട്ടിൽ കൊണ്ടുപോയി ഇങ്ങനെ ആനയുടെ പുറത്ത് വെച്ചും അതും ഇതൊക്കെ ആഘോഷിച്ചും കല്യാണം കഴിച്ചവരും ഇവിടെ വന്ന് ഡൈവേഴ്സായി, ജർമ്മൻകാരെ പോലെ തന്നെ. ഇന്നത്തെ പത്രത്തിൽ പോലും ഉണ്ട്, ഏതാണ്ടും ഒരു 40% ആൾ സിംഗിൾസാണ് അവിടെ ജീവിക്കുന്നത്. അതെ, ഈ ഇവിടെ വന്നു കഴിയുമ്പോൾ ഈ മൈഗ്രേഷൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ പല കാര്യങ്ങളും പുനർവിചിന്തനം ചെയ്യാനായിട്ട് നിർബന്ധിതരാകും. നമ്മൾ നമ്മുടെ നാട്ടിലുള്ള സദാചാരങ്ങളും നമ്മുടെ നാട്ടിലുള്ള മൂല്യങ്ങളും തന്നെ ഒന്നുകൂടി പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കാൻ തോന്നുന്നു. The first generation that crossed the seas half a century back still has fond memories of the land they left behind. They still have live connections with their families in Kerala. Their nostalgia is a strong and lingering presence. They still think of themselves as Keralites and Indians. They converse in Malayalam and are avid watchers of Malayalam movies and TV channels. There are many Keralite cultural organizations with literary and artistic pursuits. മാമലകൾക്കപ്പുറത്ത് മരളകപ്പട്ടുടുത്ത് മലയാളമെന്നൊരു നാടുണ്ട്, കൊച്ചു മലയാളമെന്നൊരു നാടുണ്ട്. കായലും കടലും കടന്ന് നിലാവത്ത് കൈകൊട്ടി കളിക്കുന്ന നാടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇന്നും ഇന്ത്യൻ പാസ്പോർട്ടാണ്. ഞാൻ ഇതുവരെ ജർമ്മൻ സിറ്റിസൺ എടുത്തിട്ടില്ല. 64 ഇവിടെ വന്നാൽ ഇതുവരെ എടുത്തിട്ടില്ല. എന്തുകൊണ്ട് എടുത്തിട്ടില്ലെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. 3 പ്രാവശ്യം ഞാൻ എൻ്റെ ഫോം മേടിച്ചുകൊണ്ട് വന്നു. ജർമ്മൻ പാസ്പോർട്ട് എൻ്റെ കയ്യിൽ കിട്ടി. എൻ്റെ ഇന്ത്യൻ പാസ്പോർട്ട് അവർ തിരിച്ച് എടുക്കുന്ന സമയത്ത് എനിക്ക് വല്ലാത്ത മാനസിക സംഘർഷമുണ്ടായി. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു മാനസിക സംഘർഷം എനിക്കുണ്ടായി.
അവർ നമ്മളെ ജർമ്മൻകാരനായിട്ട് ഒരിക്കലും അംഗീകരിക്കുകയില്ല. പാസ്സുമായിട്ട് നടക്കാവുന്നേ ഉള്ളൂ. ഞാൻ ജർമ്മൻകാരനാണെന്ന് പറയുകയും ചെയ്യാം. നമ്മൾ നാട്ടിലും വിദേശിയാണ്, ഇവിടെയും വിദേശിയാണ്. പാസ്പോർട്ട് ജർമ്മൻ പാസ്പോർട്ടാണ് എങ്കിൽ തന്നെയും ഞാനൊരു ജർമ്മൻകാരനാണ് എന്നൊരു തോന്നൽ ആർക്കുമില്ല. അവർ ചിന്തിക്കുന്നത് ഇപ്പം സീരിയലുകൾ കാണുന്നു, സിനിമ, TV എല്ലാം കാണുന്നു, അവർ 95% ഒരു ഇന്ത്യനായിട്ട് തന്നെയാണ്. പിന്നെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇവിടെ അങ്ങ് കഴിയുന്നു. ഞാൻ ഇന്ത്യക്കാരായിട്ട് എനിക്ക് തോന്നുന്നത്. പക്ഷേ എനിക്ക് ജർമ്മൻ സംസ്കാരത്തിലെ പല നല്ല കാര്യങ്ങൾ ഞാൻ ഉൾക്കൊള്ളുന്നുണ്ട്. എനിക്ക് ജർമ്മൻ ഭാഷ ഇഷ്ടമാണ്. പക്ഷേ അതുകൊണ്ട് നമ്മൾ ജർമ്മനായി വരുന്നില്ല. ഇപ്പോൾ എല്ലാ ദിവസവും ജർമ്മൻ ബിയറും ജർമ്മൻ വൂർഷും കഴിച്ചുകൊണ്ട് നമ്മൾ ജർമ്മനാവുന്നില്ല. Although post-war Germany has adopted a worldview based on universal humanism, which does not tolerate any discrimination among its citizens, some members of the first-generation immigrants sometimes feel they have a grievance. Because, like every society, Germany too has its share of people with a warped worldview, and they use racism to thrust their discontent upon others. ഞങ്ങളുടെ തലമുറയിൽ തീർച്ചയായിട്ടും നിറം കണ്ടാൽ ഉടനെ തന്നെ പാവപ്പെട്ട ഇന്ത്യയിൽ നിന്ന്, അല്ലെ പാവപ്പെട്ട ശ്രീലങ്ക, പാവപ്പെട്ട മലേഷ്യ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരാണെന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മളോടുള്ള സമീപനം തന്നെ വളരെയധികം വ്യത്യസ്തമായിരുന്നു. ഞാൻ ജോലി ചെയ്തിടത്തങ്ങ് ഒരു പ്രോബ്ലം ഇല്ല. രോഗിയൊക്കെ എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്. പക്ഷേ ഞാനിവിടെ നിറങ്ങി വന്നൊരു സിറ്റിയിലോട്ട് ചെല്ലുന്നതാണ് ഇവർ കാണുന്നത് എന്തുവാണ് നമ്മുടെ തൊലിയുടെ നിറം. Yeah, I think it was because I was the only brown girl, it was more exotic. It was not anything that had to do with racism in that sense. Yeah, people were curious to know what is behind this girl and she has got another culture. ഈ സ്കിന്നിൻ്റെ കളർ ഡിഫറൻസ് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ? Actually, you're not treated differently, if you mean like that, but you are aware that you're different. ഇവിടെ ജനിച്ച് വളർന്ന പിള്ളേർക്ക് ഇതാണ് ഞങ്ങളുടെ നാടെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ ഇന്ത്യ എന്നാണ് അവർ പറയുന്നത്. ഇത് ഞങ്ങളുടെ നാട്. വീട്ടിൽ മലയാളം സംസാരിക്കത്തില്ലായിരുന്നു? പിന്നെ ഞങ്ങൾ പറയും, ഞാൻ വഴക്ക് പറയണതൊക്കെ മലയാളത്തിലല്ലേ. അവന് പക്ഷേ കൂട്ടുകാരൊക്കെ വരുമ്പോൾ എന്നോട് പറയുമായിരുന്നു, നീ എന്നോട് വേറെ ഭാഷയൊന്നും പറയരുത്, കൂട്ടുകാരുള്ളപ്പോൾ ജർമ്മൻ പറയണു. അവർക്ക് ജർമ്മൻ ഭാഷയും ഇംഗ്ലീഷും അറിയത്തുള്ളൂ. മലയാളം ഞാൻ പഠിപ്പിച്ചിട്ടില്ല. I was born in Germany. I grew up in Germany. I'm a medical officer in the German army as a foreigner with dark skin. And until today, inne vere enike oru korpon pole ondailla inne vere. So this is a very good country. They are good to the foreigners. അതൊരു മനഃശാസ്ത്രപരമായിട്ട് ഇവിടെ ജനിച്ചു വളർന്ന സെക്കൻഡ് ജനറേഷൻ എനിക്ക് തോന്നുന്നത് അതൊരു എന്താ പറയുക, ഒരു വിധിയായിട്ട് കാണേണ്ട ആവശ്യമില്ല. ദേ വാണ്ട് ടു ബി മോർ ജർമ്മൻ ദാൻ ജർമൻസ്. അവരിവിടെ നല്ല രീതിയിൽ ജീവിച്ചു പോകുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എന്തായി വരുമെന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ലല്ലോ. ഇനി ഈ കഴിഞ്ഞതുപോലെ ഒരു യൂതന്മാരുടെ ആ സമയത്തുണ്ടായിരുന്ന പോലെ ഒരു കാലഘട്ടം ഇനി ഉണ്ടാകാൻ സാധ്യത ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടാകാം. അതായത് ഈ നവനാസികൾ വീണ്ടും വരുമെന്നുള്ളത് ചോദ്യം പ്രസക്തമാണ്. ഞാനതിനെപ്പറ്റി ഇവിടെ ആലോചിച്ചു. പക്ഷേ പ്രായോഗികമായിട്ട് അതിനുള്ള സാധ്യത കുറവാണെന്നുള്ളതാണ്. കാരണം ഇവിടെ മിക്കവാറും ഒരുപാട് നാളത്തേക്ക് തൊഴിലിന് വേണ്ടി മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരും. ഇവർക്ക് ഇവർ സുഖിയന്മാരായി, പിള്ളേരൊക്കെ വളരാൻ നമുക്ക് ക്ഷമയില്ല, അതിനുള്ള മടിയാണ്. And I don't see anything going back the way it was 60-70 years ago, because people have evolved very much around here, and I don't see anything bad happen. Deutschland, so viel Erfahrung mit Menschen, die hier bei uns leben, alt werden und auch sterben, nicht? Von vielen Völkern und Nationen, dass das inzwischen überwiegend kein Problem mehr ist. Second-generation Keralites, or to put it more correctly, Germans of Kerala origin,
born and brought up in Germany, have come to occupy important positions in the German society. For example, Chinnamma Winkler's son Joseph Winkler could become the deputy chairman of the Green Party in the Federal Parliament of Germany. Almost all the first-generation Keralite immigrants have retired from their jobs. It has been a long journey for these young women who set out into the unknown from their homes in Kerala 5 decades back. Now they are taking stock of their lives and looking at the pros and cons of what the future holds. Do they, for example, wish to return to Kerala? ഒരു 20 വർഷം മുന്നു വരെയും അവർ ചിന്തിച്ചിരുന്നത് ഇവിടെ എൻ്റെ ജോലിയിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ എനിക്കിവിടെ പിന്നെ എന്താ ഉള്ളത്, എൻ്റെ മക്കളുണ്ട്, അവർ ജീവിച്ചോളും. അപ്പോൾ എനിക്കുള്ളത് എൻ്റെ കുടുംബവും എൻ്റെ ബന്ധുക്കളും എൻ്റെ നാടും എൻ്റെ മരങ്ങളും എൻ്റെ പുഴകളും എന്നുള്ള ഒരു സങ്കല്പമായിരുന്നു. ഇപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു മനുഷ്യരും അവിടെ ജീവിച്ചിട്ടില്ല. പിന്നെ ഞങ്ങളവിടെ പുതിയ ആൾക്കാരാണ്, അറിയപ്പെടുന്നത് തന്നെ അഡ്രസ്സ് ഇല്ലാത്തൊരു പാർട്ടിയാണ്. ഇത് ഇന്നാരുടെ ചേട്ടൻ അല്ലെങ്കിൽ അവൻ്റെ മൂത്ത ജ്യേഷ്ഠനാണെന്നാണ് തോന്നുന്നത്. കുഞ്ഞിൽ അവരോട് പറഞ്ഞിരുന്നു, നിങ്ങൾ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ ശേഷം നമുക്ക് മൊത്തമായിട്ട് നാട്ടിൽ പോകണമെന്ന്. ഇവരെയും കൊണ്ട് മൊത്തമായിട്ട് നാട്ടിൽ പോയിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ മകൻ ഡോക്ടറാകത്തില്ലായിരുന്നു. അവൻ ഓപ്പറേഷൻ ചെയ്യുന്നൊരു ഷിറോഗാണ്. എൻ്റെ മോളിൽ ലുഫ്താൻസയിലെ എയർ ഹോസ്റ്റസിൻ്റെ ചീഫായി. ഇതൊന്നും നമ്മുടെ കേരളത്തിലേക്ക് ഇവരെയും കൊണ്ട് തിരിച്ചു പോയിരുന്നെങ്കിൽ ഒരു കാലത്തും ഉണ്ടാകാൻ പോരുന്നില്ല. അവരോട് ഉൾപ്പെടെ ഇവിടെ ഞങ്ങൾ ജീവിക്കുന്നതുകൊണ്ട് ഇപ്പോഴും ഞങ്ങൾ കുടുംബത്തിനെ പണപരമായിട്ട് ഇപ്പോഴും നാട്ടുകൊണ്ട് സഹായിക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നു. അവിടുത്തെ ആരോഗ്യ സംരക്ഷണത്തിന് ഗവൺമെന്റ് തരുന്ന സൗകര്യങ്ങളും ഇവിടെ കിട്ടുന്ന സൗകര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ പ്രായമായി കഴിഞ്ഞാൽ പിന്നെ നാട്ടിൽ പോകുക എന്ന് പറയുന്ന ഒരു വിഡിത്തരമായിട്ട് വരും. കുറച്ചൊക്കെ ഞങ്ങളുടെ പെൻഷൻ കാര്യങ്ങളാണ്. നാട്ടിലേക്ക് അവർ മുഴുവൻ അയച്ചു തരില്ല. നമ്മൾ 100% കൊടുത്തിട്ട് ഇവർ 50 തരുള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്കത് പ്രയാസമല്ലേ നാട്ടിലേക്ക്. എന്തെങ്കിലും ഒരു കാര്യം സാധിക്കണമെങ്കിൽ ഇവിടെ എനിക്കൊരു ഫോൺ വിളിച്ചാൽ മതി. അതേസമയത്ത് അവിടെ എത്ര കയറി ഇറങ്ങി അവർക്ക് ആർക്കൊക്കെ പൈസ കൊടുക്കണം അതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. അതൊക്കെ ചെയ്യേണ്ട പോലെ ചെയ്തില്ല, കാര്യങ്ങളൊന്നും സാധിക്കത്തുമില്ല. അതൊരു വലിയ പ്രശ്നമാണ്. നമ്മുടെ നാട്ടിൽ ഞാൻ എറണാകുളത്ത് ജീവിക്കണമെങ്കിലും എനിക്ക് തനിച്ച് പുറത്ത് പോകാനൊന്നും പറ്റുമൊന്നുമില്ല. ഇവിടെയാണെങ്കിൽ എനിക്കിപ്പോൾ സൈക്കിൾ എടുത്തോ നടന്നോ എവിടെ വേണമെങ്കിലും നമുക്ക് പോയി വരാം, പേടിക്കണ്ട. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സാഹചര്യമാണോ? ഞാൻ പറയും വയസ്സാകും തോറും നമുക്ക് സുരക്ഷിതത്വമല്ലേ ആവശ്യം. എനിക്ക് ഇഷ്ടം സത്യം പറഞ്ഞാൽ ഇവിടെ തന്നെ ജീവിക്കാൻ. എന്നാലും നമ്മുടെയൊക്കെ മനസ്സിൽ കിടക്കുന്നത് അതാണ്, പിള്ളേരുടെ ഒപ്പം ജീവിക്കുക എന്നൊക്കെയുള്ള. അത് സാധിക്കുമോ? പിള്ളേരുടെ ഒപ്പം ജീവിക്കാൻ പറ്റുമോ? നമ്മൾ പ്രായമാകുമ്പോൾ എങ്ങനെയാണ് നമ്മളോടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ? അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളോട് എല്ലാം വിളിച്ച് ചോദിക്കലും വരലും ഭക്ഷണം കഴിക്കുകയും ഒക്കെ പോകും. അതിന് താങ്ക്സും പറഞ്ഞു പോകും. അങ്ങനെയാണ് പിള്ളേർ. കുട്ടികളെ ശ്രദ്ധിക്കത്തില്ല. എനിക്ക് പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ മോനെ എനിക്ക് വിശ്വാസമുണ്ട്, അവനെ നോക്കും എന്നുള്ള ഒരു ഇതുണ്ട്. പിന്നെ അറിയത്തില്ല, കുറച്ച് നാളൊക്കെ കഴിയുമ്പോഴത്തേനും അവൻ്റെ ഭാര്യ എങ്ങനെയാണ്, അവൾ വേറൊരു കൾച്ചറല്ലേ, എങ്ങനെയാവും എന്നൊക്കെ ഉള്ള ഒരു ഉണ്ട്. മക്കൾ ശ്രദ്ധിക്കില്ല, അത് പ്രതീക്ഷിക്കേണ്ടായിരുന്നു. നമുക്ക് സമയമില്ലാന്ന് തന്നെയെല്ലാം അത് ഇപ്പോൾ നാട്ടിൽ തന്നെയാണേലും അത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇവിടുത്തെ സ്ഥിതി വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സാധാരണ സംഭവമാണ്. പ്രായമായി കഴിഞ്ഞാൽ ഓൾഡ് ഏജ് പേഴ്സൺ ഹോമിൽ, ഇവിടെ ആൾട്ടൻഹൈം എന്ന് പറയും, പോവുക എന്നുള്ളത് ഒരു സാധാരണ കാര്യമാണ്. മിക്കവാറും എല്ലാ പേരും തന്നെ ഓൾഡ് ഏജ് പേഴ്സൺസിൽ പോയേ സാധിക്കൂ. കുഞ്ഞുങ്ങൾ ആരിക്കും നോക്കാൻ. വൃദ്ധമന്ദിരത്തിൽ പോകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പേടി ഇവിടെ. ഇപ്പം തന്നെ അവിടെ ആൾക്കാരില്ല, നോക്കുന്നില്ല, വെളുത്ത തൊലിക്കാരെ പോലും. അന്നേരം നമ്മൾ ഈ കറുത്ത തൊലിക്കാരെ എങ്ങനെ അവർ നോക്കും എന്നുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ടെൻഷനുണ്ട്. പക്ഷേ ഇവരങ്ങനെ നോക്കാനൊന്നും പ്രശ്നമാണ് കാണിക്കുന്നില്ല. ഇപ്പോൾ ഞങ്ങളൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം രാജ്യക്കാരും അവിടെ വന്നെ, ഇൻഷുറൻസ് ഇല്ലാത്ത ആളുകൾ പോലും അവർ നല്ല ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കുന്നത്. പ്രായമാകുമ്പോൾ നാട്ടിൽ ഇന്ത്യയിൽ തന്നെ ജീവിക്കാനാണ്, അതായത് കേരളത്തിൽ തന്നെ ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിപ്പോൾ വീട്ടിലായാലും ഓൾഡ് ഏജ് ഹോമിലായാലും എനിക്ക് ഒന്നുപോലെ തന്നെ. അത് അവസാനകാലം അവിടെ ജീവിച്ച് അവിടെ മരിക്കണം എന്നുള്ള ആഗ്രഹമുള്ളത് ഉണ്ട് എനിക്ക്. മകനിവിടെ, അവനിവിടെ ജീവിച്ചോട്ടെ. അവനെ നമുക്ക് വന്നും പോയും കാണാവുന്നിടത്തോളം കാലം ഇങ്ങനെ നിൽക്കാം. പിന്നെ അവസാനം അവിടെ തന്നെ ആയിരിക്കണമെന്ന് ആഗ്രഹം. അങ്ങനെയൊന്നും എനിക്കില്ല. എവിടെ ആയിരിക്കലും കുഴപ്പമില്ല, ഇവിടെ കിടക്കാനാണ് ആഗ്രഹം. ഒരു കാരണം ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ടുണ്ട്, വളരെ ദുഃഖകരമാണ്. ഞങ്ങളുടെ മകൻ മരിച്ച വിഷയമായിട്ട് അറിയാമല്ലോ. അപ്പോൾ അവന് വേണ്ടി ഞങ്ങൾ ഒരു വലിയൊരു കുടീരമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഗ്രേവൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ല മാർബിളും ഉണ്ട്.
അപ്പോൾ ഞങ്ങളുടെ മോളിൻ്റെ ആഗ്രഹമായിരുന്നു നമ്മൾ അത് ഒരു ഫാമിലി ഗ്രേവ് ആയിട്ട് തന്നെ മേടിക്കാം, ഞങ്ങളിവിടെ മേടിക്കണം എന്ന് വിചാരിച്ചോട് കിടക്കണമെന്നില്ല. ഞാനിപ്പോൾ ഞങ്ങളിപ്പോൾ ഈ 3 മാസം അവിടെ മരണം സംഭവിക്കാം, ആ സമയത്ത് ഇങ്ങോട്ട് പോയി കൊണ്ടുവരണമെന്നൊക്കെ പറഞ്ഞാൽ ഷീ മൈറ്റ് ലൈക്ക് ഇറ്റ്, ബട്ട് ഇൻ മൈ കേസ് ഐ എം നോട്ട് ഷുവർ. 25 വർഷത്തേക്കാണ് ഞങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ മോൾക്ക് അവൾക്ക് ജോലി തിരക്കണം, അവൾക്ക് എപ്പോഴും വരാൻ പറ്റില്ല, അവൾ വല്ലപ്പോഴേ വരാറുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അടക്കം കഴിഞ്ഞാൽ അവിടെ ഒന്നും ആരും നോക്കാനില്ല, പിന്നെ കമ്പനിക്ക് ഓർഡർ കൊടുക്കണം. അപ്പോൾ ഞാൻ ആലോചിക്കണത് എനിക്കറിയാൻ പാടില്ലെന്നാണ്. പിന്നെ മരിച്ചു കഴിയുമ്പോൾ ഹൂ കെയേഴ്സ്, ആരറിയുന്നു? Die Zukunft liegt in Finsternis und macht das Herz uns schwer. Der Himmel wölbt sich übers Land, alle auf Wiedersehen. Wir ruhen all in Gottes Hand, lebt wohl auf Wiedersehen. Die Sonne sinkt, es steigt die Nacht, vergangen ist der Tag. Die Welt schläft ein und leis erwacht der Nachtigallenschlag. Der Himmel wölbt sich übers Land, Ade, auf Wiedersehen. Wir ruhen all in Gottes Hand, lebt wohl auf Wiedersehen. So ist in jedem Anbeginn das Ende nicht mehr weit. Wir kommen her und gehen hin und mit uns geht die Zeit. Der Himmel wölbt sich übers Land, Ade, auf Wiedersehen. Wir ruhen all in Gottes Hand, lebt wohl auf Wiedersehen. Nehmt Abschied, Brüder, schließt den Kreis, das Leben.